സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. നമ്മളൊരു മ്യൂസിയത്തിൽ പോയാലോ? ഇതൊരു വെറും ഒരു മ്യൂസിയം അല്ല, ഇത് കേരള ഫ്ലോക്ലോർ മ്യൂസിയം, നമ്മുടെ തേവര ഭാഗത്തുള്ള ഒരു മ്യൂസിയമാണ്. ഇവിടെ തൗസൻഡ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ആർട്ടിഫാക്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇതൊരു പ്രൈവറ്റ് കളക്ഷൻ ആയിരുന്നു, ആൻഡ് ദെൻ ദേ ഓപ്പൺഡ് ഇറ്റ് ടു ദ പബ്ലിക്. അപ്പോൾ ഈ പറയുന്ന ആള് ജോർജ് സാറ്, ഫുൾ പേര് ഞാൻ ലാസ്റ്റിൽ പറയാം. ഇവരാണ് ഇവരുടെ ഫാമിലി ആണ് ഇത് നടത്തിക്കണത്. ആൻഡ് ഇറ്റ് വാസ് ഓസം ടു സീ ഓൾ ദി ആർട്ടിഫാക്ട്സ് ലൈക്ക് സ്കൾപ്ചേഴ്സ് ഉണ്ട്. യുനോ ഇത് അവരുടെ എൻട്രൻസ് സൈഡിലുള്ളത് ഒരു സംഭവമാണ്. അപ്പോൾ അവർ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ആ ഒരു ഇതിലേക്ക് കടക്കുമ്പോൾ തന്നെ കുറേ വിഗ്രഹങ്ങളും കുറേ ആർട്ടിഫാക്ട്സും കുറേ സ്കൾപ്ചേഴ്സും കുറേ ഈ ആർട്ട് ഫോംസിനെയും ട്രഡീഷണൽ കലയ്ക്കും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് എനിക്ക് കൊടുക്കണ പോലെ ഫീൽ ചെയ്തു. ചില പറയില്ലേ, ചില കാര്യങ്ങൾ നമ്മൾ അവർക്കൊന്നും എന്താ പറയുക, മാർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് ദേ ഹാവ് ഡൺ എ ലോട്ട് ബിക്കോസ് ദേ മെയ്ഡ് എ ഹിസ്റ്ററി. അപ്പോൾ അങ്ങനത്തെ ഉള്ള കുറേ സ്കൾപ്ചേഴ്സ് ഇത് നിങ്ങൾ എവിടെയും കാണാൻ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരൊറ്റ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്താൽ മതി. യു ക്യാൻ ഗെറ്റ് ടു സീ ദ ഹോൾ ഹിസ്റ്ററി ഓഫ് കേരള, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഈവൻ കുറേ മാനുസ്ക്രിപ്റ്റ്സ്, കുറേ സ്കൾപ്ചേഴ്സ്, ഇതൊക്കെ അതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇദ്ദേഹം തന്നെ കളക്ട് ചെയ്തിട്ട് ഈ കളക്ഷനിലുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടോ, ഇത് ഗരുഡൻ്റെ പോലെ ഒരു ഇതാണ്, വിഗ്രഹമാണ്. ഐ മീൻ വുഡൻ വർക്ക്സ് ആണ്, സ്കൾപ്ചേഴ്സ് ആണ്. അങ്ങനെ പല കാര്യങ്ങളും. ഇത് വില്ലുവാൻ പാട്ട്, അത് വീണകൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പഴയ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ പലതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് വെരി ബ്യൂട്ടിഫുള്ളി, നോട്ട് ജസ്റ്റ് randomly kept. Even they have written on it what it is all about and everything. I think many visitors are coming. ഇത് നരസിംഹത്തിൻ്റെ ഒരു വുഡൻ വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ദീസ് ആർ ലൈക്ക് സ്വാർട്സ്മെൻ, ഒരു ഹോഴ്സിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്ന എന്താ അയ്യനാർ എന്നാണ് ഇതിന് പേര്. ഒക്കെ എല്ലാത്തിനും പേര് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാണ് അവരുടെയൊക്കെ പേരുകൾ. ആൻഡ് ഇറ്റ് ഈസ് തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ചിലതൊക്കെ കൊണ്ടുവന്നേക്കണമെന്ന് തോന്നുന്നുണ്ട്. അത് കണ്ടോ, ശിവലിംഗവും നാഗവും ഒക്കെ ഒരു ഇത് കണ്ടില്ലേ, ഇത് ഗണപതി. അങ്ങനെ പലരുടെയും ആർട്ടിഫാക്ട്സ്. ഇത് അമ്പലത്തിൻ്റെ ഒരു ഊരകം പോലത്തെ ഒരു ഇതാന്ന് തോന്നുന്നുണ്ട്. അത് കൊണ്ടുവന്ന് അതും കളക്ട് ചെയ്ത് വെച്ചേക്കാണ്. ഒക്കെ ലയൺ, വെരി റിയൽ. ദിസ് ഈസ് ലൈക്ക് ഒരു ഹിന്ദു മോങ്ക് എങ്ങനെയാണ് സിറ്റിംഗ് ഇൻ യോഗ പോസ്റ്റർ, അങ്ങനെ. ആൻഡ് ഒരു പേരൊക്കെ എഴുതിയിട്ടുണ്ട്, എന്താണ് എങ്ങനെയാണ് ഇത്. ചിലതൊന്നും ഹെഡില്ല, ബട്ട് ദേ ഹാവ് കെപ്റ്റ് ഇറ്റ് ഓവർ ദെയർ. ഇത് പാവക്കൂത്തൊക്കെ കളിക്കുമ്പോഴുള്ള ഒരു ഇതാണ്. ആനകൾ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ട് അവിടെ. ലൈക്ക് പഴയ കാര്യങ്ങൾ, ഇഫ് യു ലൈക്ക് ഓൾഡ് സ്റ്റഫ് ആൻഡ് ദോസ് തിങ്സ്, ആ ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അന്നപക്ഷി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ ഇപ്പം കാണിച്ചത്, അന്നപക്ഷി എന്ന് പറഞ്ഞ ഒരു ഇതാണ്. ഇത് മാസ്കുകളാണ്. ആൻഡ് ഇത് വിശ്വാമിത്രൻ ഇതാണ് ആ ഒരു സ്കൾപ്ചേഴ്സ്. ഇതെന്താ, ഒരു ഓയിൽ ലാമ്പാണ്, ഏതോ ഒരു പള്ളിയിലത്തെ ലൈക്ക് ഓയിൽ ലാമ്പ്. അങ്ങനെ പലതും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, അത്രയും പഴക്കമുള്ള. ഇത് കുട്ടികളുടെ ഒരു പണ്ടത്തെ കിഡ്സ് ടോയ് ആണത്. ഇതൊരു എന്തോ ഒരു തോണിയാണ്, ലൈക്ക് എന്താ പറയുക, അങ്ങനെ എഴുതി വെച്ചേക്കണത്. പിന്നെ വ്യാളിനെയൊക്കെ അറിയണവർ അമ്പലത്തിൻ്റെ ചുറ്റും കാണാം വ്യാളി. അതൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കണം അവർ സൈഡിൽ. ആൻഡ് ഇറ്റ് ഈസ് പ്രിസേർവ്ഡ് വെരി നൈസ്ലി. ഇത് ശിവനും പാർവതി, ഇതിൻ്റെയൊക്കെ ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ശിവനും പാർവതി ഒക്കെ ഉള്ളത്. അപ്പം ഇവരുടെ ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ രീതിയിൽ ഇയാൾ സാർ ഇവർ
ജോർജ് സർ, ഇവർ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇല്ല. സോ ദിസ് Kerala Folklore Museum is the only architectural museum in Kerala with the essence of the life and culture of the common man over the past 1,000 years. It is also a culture hub which contains face art gallery for art and antiquities. And this is a treasure trove of stone, wood, bronze sculptures, ancient terracotta, Stone Age objects, jewelries, paintings, oil lamps, musical instruments, tribal, folk art, wooden works, utensils, masks, and traditional art forms, etc. ഇത്രയും ആൻഡ് 4,000 ആർട്ടിഫാക്ട്സ് ഉണ്ടെന്നാണ് ഇവർ പറയണത്. ഉണ്ട്, അത്രയും ഉണ്ട് ശരിക്കും പറയാൻ വെച്ചാൽ. യു ക്യാൻ സീ ദാറ്റ് ഐ ആം I'm going through these, എല്ലാ പല ജാതി ഫാനുകളൊക്കെ, പണ്ടത്തെ കെരോസീൻ വെച്ചിട്ടുള്ള ഫാന്, അങ്ങനെ പല ആർട്ടിഫാക്ട്സ്, നമ്മൾ ചിന്തിക്കാത്ത വകം ആർട്ടിഫാക്ട്സ് ഒക്കെയാണ് ഇതിൽ അധികവും ഉള്ളത്. ആൻഡ് ഡ്രംസ്, പല ജാതി ഡ്രംസുകൾ, ഞാൻ പറഞ്ഞില്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. ഓയിൽ ലാംപ്സ്, പല ജാതി ഓയിൽ ലാംപ്സ്, ബനിയൻ ട്രീ ഓയിൽ ലാമ്പാണിത്. ഇതിങ്ങനെ തിരിയിട്ടിട്ടുള്ള, നമ്മുടെ അമ്പലത്തിലൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ. ആൻഡ് ഇതൊക്കെ കണ്ടോ പണ്ടത്തെ ഓയിൽ ലാംപ്സ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ യുണീക്കായ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവില്ല ഇതൊന്നും. ആൻഡ് നമ്മളത് 2-3 ഫ്ലോർസാണ്. അപ്പോൾ ഇത് ഒരു ഫ്ലോർ കഴിഞ്ഞു, ആ ഒരു ഫ്ലോറിലത്തെ അടിയിലത്തെ ഭാഗങ്ങളാണ് ഇതൊക്കെ. അവിടെ കുറേ സ്മോൾ സ്റ്റോൺ ഫിഗേഴ്സ് ഉണ്ട്. അതൊക്കെയാണ് ഇതൊക്കെ നമ്മുടെ എന്തൊക്കെയാ മുനിമാരുടെയും ഗണപതിയുടെയും ഒക്കെയാണ് അത്, ഈശ്വരന്മാരുടെ ഒക്കെയാണ് ശരിക്കും പറയാന്ന് വെച്ചാൽ സ്റ്റോൺസ്. അത് ഈ അന്യം നിന്ന് പോയ ഇതുണ്ടാവുമല്ലോ, അങ്ങനത്തെ അത് പ്രിസർവ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കാണ്. നല്ല രീതിയിൽ അവർ വെച്ചിട്ടുമുണ്ട്. ബുദ്ധൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെ പലതും ഇതേ കണ്ടോ. ഇത് ചെങ്കോല്, നമ്മുടെ ഈ തിടമ്പ് പോലെ ഉണ്ടല്ലോ, ആ തിടമ്പൊക്കെ അടക്കം അവർ സ്വരൂപിച്ച് വെച്ചേക്കാണ്. കണ്ടോ, തിടമ്പകളാണ് ഇത് ഈ കാണുന്നതൊക്കെ. ആൻഡ് പല സ്ഥലത്തുള്ളതായിരിക്കും, കേരളത്തിൽ തന്നെ പല സ്ഥലത്തുള്ളതായിരിക്കും. അദ്ദേഹം തന്നെ പോയി കളക്ട് ചെയ്തതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനൊരു സെക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു വ്യൂ കാണിക്കാം എന്ന് വിചാരിച്ചതാണിത്. ഇത് ദശാവതാരമാണ്. മുകളിലൊക്കെ ഒരു പെയിൻറ്റിങ് കണ്ടത് ദശാവതാരമാണ് പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കണം. കണ്ടോ, ഇത് ദശാവതാരമാണ് പെയിൻറ്റ് ചെയ്തേക്കാണ്. ഇത് മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് അല്ലാത്ത പെയിൻറ്റിങ്ങും ഉണ്ട്. തഞ്ചാവൂർ പെയിൻറ്റിങ്ങും ഉണ്ട്. തഞ്ചാവൂർ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഗോൾഡ് ഫോയിലൊക്കെ വെച്ചിട്ട് നല്ല എക്സ്പെൻസീവ് പെയിൻറ്റിംഗ് ആണ്. ചെന്നൈയിലൊക്കെയാണ് അതിൻ്റെ മെയിൻ ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ട് അവിടെ കാണാണ്ട്. അത് പഴയതാണ്. ചിലതൊക്കെ ഇങ്ങനെ എന്താ പറയുക, പെയിൻറ്റിങ്സൊക്കെ അതിങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ ചില ഭാഗത്തൊക്കെ ഒന്നുമില്ല. അപ്പോൾ ബട്ട് ദേ ഹാവ് പ്രിസർവ്ഡ് ഇറ്റ് വെരി വെൽ, ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വിഗ്രഹങ്ങളാണ്, പല ജാതി വിഗ്രഹങ്ങൾ. അതിങ്ങനെ കുറേ എണ്ണം കണ്ടോ, ആനകൾ, നന്ദി ഒക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോട്ടുകൾ, പല ചൈന പോട്ടുകൾ, ഭരണി, അങ്ങനെ സെറാമിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ദീസ് ആർ ലൈക്ക് സ്റ്റോൺസ്. എന്തൊക്കെ ഫുള്ള് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് യു ക്യാൻ കം ടു നോ ദിസ് ഈസ് ലൈക്ക് വാട്ടർ പോട്ട് അല്ലേ, നമ്മളെ ടെറാക്കോട്ടയുടെ കളിമണ്ണ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എല്ലാം. ദീസ് ആർ ലൈക്ക് ഭയങ്കര സ്മോൾ ആനിമൽസിൻ്റെയൊക്കെ നല്ല രസമുണ്ട്, ക്യൂട്ടാണ്. അത് ഇങ്ങനെ വെച്ചേക്കണ രീതിയോ അതെ. ദീസ് ആർ ലൈക്ക് ജ്വല്ലറി ബോക്സസ്. ആൻഡ് ബോക്സസ് മാത്രമല്ല പലതും ഉണ്ട്. അതേ ഫാന് ആൻഡ് ശംഖ് ആൻഡ് കൊക്ക്, അല്ലെങ്കിൽ പല ജാതി ആൻറ്റീക്സ്, കമ്മലുകൾ, മാലയും കമ്മലൊക്കെ ഇങ്ങനെ ടെറാക്കോട്ടയുടെ ഒക്കെ മാലകൾ. ദീസ് ആർ ലൈക്ക് സീലുകൾ. നിങ്ങൾ പണ്ടൊക്കെ സീല് വെച്ചിട്ടാണ് നമ്മൾ കത്തൊക്കെ അയക്കാം. അപ്പോൾ അതൊക്കെ വാക്സ് വെച്ചിട്ട് സീല് ചെയ്യും. ആ സീൽസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇത് ഓയിൽ ലാമ്പ്, നമ്മുടെ ആരതിയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ വലിയ ഇതൊക്കെയാണ്, ലാംപ്സൊക്കെയാണ്, ഓയിൽ ലാംപ്സാണ് ഇവിടെ ഇരിക്കുന്നത്. പല ജാതി ഓയിൽ ലാംപ്സ്. കിണ്ടികൾ, കുറേ കിണ്ടികൾ.
ഇതാണ് മാനുസ്ക്രിപ്റ്റ്സ്, താളിയോല ഗ്രന്ഥങ്ങളാണ് ഇതെല്ലാം. പഴയ അതിൻ്റെ ടൂൾസും വെച്ചിട്ടുണ്ട് സൈഡിൽ. അതിൻ്റെ എന്തൊക്കെയാണ് താളിയോലകളിൽ എഴുതിയേക്കണമെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം ലൈക്ക് യു ക്യാൻ സീ ഫോക്കസ് ആയിട്ട് എഴുതി, പഴയ ലിപിയാണ് ഇത് കേട്ടോ. ബട്ട് യു ക്യാൻ സീ വാട്ട് ഇറ്റ്സ് ലൈക്ക് സം സ്ക്രിപ്റ്റഡ് കൈൻഡ് ഓഫ്. പക്ഷെ ഇതൊക്കെ താളിയോല ഗ്രന്ഥങ്ങളാണ്. ഇത് ബോക്സാണ്, ഡോക്യുമെൻറ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എഴുതി കാണുന്നത്. അങ്ങനെ പല അതിൻ്റെ ടൂൾസ്. പിന്നെ ജ്വല്ലറി പെട്ടികൾ, ഇത് കണ്ടോ, ജ്വല്ലറി ബോക്സസ്. ജ്വല്ലറി ബോക്സസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര ഹ്യൂജാണ്. അത് കഴിഞ്ഞ് പിന്നെ മിറേഴ്സ്, നമ്മുടെ ആറന്മുള കണ്ണാടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സിമിലറല്ല, അതിൻ്റെ പഴയ പിന്നെ ചെറിയ ചെറിയ സ്കൾപ്ചേഴ്സ് ഇങ്ങനെ, ഐ തിങ്ക് ഇരുമ്പാണെന്ന് തോന്നുന്നു, അത് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഇതാണ്. ഇത് നമ്മുടെ മറ്റേ ബെൽറ്റാണ്. എന്ത് ബെൽറ്റാ? തെയ്യത്തിൻ്റെ വേസ്റ്റ് ബെൽറ്റാണിത്. അത് ഇത്രയും അധികം ബെൽറ്റുകൾ അവർ ഉണ്ടാക്കി അത് വെച്ചാൽ അവിടെ വെച്ചേക്കാണ്. ആൻഡ് ദീസ് ആർ ലൈക്ക് സ്വാർഡ്സ് ആൻഡ് ഇത് നമ്മുടെ ഇതൊക്കെ പറയൊക്കെ വെക്കില്ലേ, പറയൊക്കെ. ഇത് തെയ്യത്തിൻ്റെ മാത്രമായിട്ടുള്ള ഫേസസ് ആണ്. ഓരോ ദേവതയ്ക്കും ഓരോ തെയ്യത്തിൻ്റെ ഫേസ് ഉണ്ട്. അതിൻ്റെ ഒരു ഡിഫറൻസാണ് ഈ കാണുന്നത്. എല്ലാത്തിൻ്റെയും ഡിഫറെൻ്റാണ്. ഇപ്പോൾ ശ്രീരാമനായിക്കോട്ടെ, സീതയായിക്കോട്ടെ, ശിവനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും തെയ്യത്തിൻ്റെ ഫേസ് അതെങ്ങനെയാണ്. ഇതൊരു പുതിയൊരു കൺസെപ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ കളർ ടോണും അത് ഇഷ്ടമായി, ആ ഡിസൈനും ഇഷ്ടമായി. ലൈക്ക് വെരി 3 കളേഴ്സാണ് അല്ലെങ്കിൽ യൂസ് ചെയ്തേക്കട്ടെ, ബട്ട് ഡിഫറെൻറ്റ് ഡിസൈൻ അപ്പോൾ ഇതെനിക്ക് ഞാനത് ഫോട്ടോ എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ലൈക്ക് ഐ ടുക്ക് ദ ഫോട്ടോ ഓഫ് ഇറ്റ്. അപ്പോൾ 2-3 ഫോട്ടോ ഞാൻ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. ഇത് 2 തെയ്യത്തിൻ്റെ ഒരു ഫോമാറ്റാണ് അങ്ങനെ. അപ്പോൾ പല രീതിയിലുള്ള തെയ്യം ഉണ്ടല്ലോ, അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് കയ്യുമേയും കാലുമേയൊക്കെ കെട്ടുന്ന ചിലമ്പാണല്ലോ, കാലുമേ, തെയ്യത്തിൻ്റെ കാലുമേ ഇട്ട ചിലമ്പുകളാണ് ഇതെല്ലാം. വൺസ് ഇറ്റ് വാസ് വോൺ ബൈ മെനി പീപ്പിൾ, റൈറ്റ്? സോ അവരുടെയൊക്കെ ഓർമ്മകളാണ് ഇതൊക്കെ. ശരിക്കും ഇതൊക്കെ പ്രിസർവ് ചെയ്യുമ്പോൾ അതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞു ഞാനൊരു സ്പീഡാക്കിയതാണ്. ദിസ് ഈസ് ലൈക്ക് ജ്വല്ലറീസ് ആൻഡ് എവറിത്തിങ്. ജ്വല്ലറികൾ, പല ജാതി ജ്വല്ലറികൾ, പഴയ ജ്വല്ലറികൾ അതൊക്കെ. ആൻഡ് കുറേ എണ്ണമുള്ള കാരണം ഞാനിങ്ങനെ വേഗം പോവാണ്. കുറേ വുഡ് വെച്ചിട്ടുള്ള, പിന്നെ ഒരു അമ്പലം പോലെയൊക്കെ അവർ നോക്കി വെച്ചായിരുന്നു. ആൻഡ് ദിസ് ഈസ് ലൈക്ക് ദ ഫൈനൽ ഇങ്ങനെ താഴത്തുള്ളതാണെന്ന് തോന്നുന്നു ഇതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് കയറി പോകാൻ തക്കമുള്ള സൈഡിൽ നോക്കിയപ്പോൾ കുറേ എന്താ പറയുക, ഗീതയെ ബേസ് ചെയ്തിട്ടുള്ളയും പിന്നെ ശ്രീചക്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സ്. ആൻഡ് അവരിങ്ങനെ അവരുടെയും ഫോട്ടോസ് ഇടയ്ക്ക് വെച്ചിട്ടുണ്ട്, ഫാമിലി ഹിസ്റ്ററി പോലെ. പിന്നെ നമ്മുടെ രവിവർമ്മയുടെ പെയിൻറ്റിങ്സും, രവിവർമ്മയുടെ ഒറിജിനലായിട്ടുള്ള ആചാര്യ രവിവർമ്മയുടെയൊക്കെ പോർട്രേറ്റ് ഒക്കെ ഉള്ളതാണ്. ഇത് കഥകളിയുടെ ഒരു ഇതാണ്. ആൻഡ് ആർട്ടിഫാക്ട്സ് മാത്രമല്ല, നമ്മുടെ തെയ്യത്തിൻ്റെയും കഥകളിയുടെയും ഒക്കെ യൂസ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ നമ്മളിങ്ങനെ പോകുമ്പോൾ മുകളിലിങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം. ആൻഡ് അതാണ് ഞാൻ പറഞ്ഞ കഥകളിയുടെ കോസ്റ്റ്യൂമാണ് ഇതൊക്കെ. ഇത് കണ്ടോ, കഥകളി യൂസ് ചെയ്ത ഓട്ടം തുള്ളൽ അങ്ങനത്തെ കുറേ അവർ കുറച്ച് പഴയതായി കാര്യങ്ങളൊക്കെ. പക്ഷേ ഇറ്റ് വാസ് അമേസിങ്. യു ക്യാൻ മേ ബി പോസ്റ്റ് ദിസ് ആൻഡ് യു ക്യാൻ, ഇഫ് യു വോണ്ട് ടു മേക്ക് ഇറ്റ് സ്ലോ, വീഡിയോ സ്ലോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം. ആൻഡ് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലൈക്ക് എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉള്ളത്. ആൻഡ് യു ക്യാൻ വിസിറ്റ് ഓൾസോ ഓവർ ഹിയർ. ഒരാൾക്ക് 200 റുപ്പീസാണ് അഡൽട്ട് ആണെങ്കിൽ. കിഡ്സ് ആണെങ്കിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് അഡൽട്ടിന് ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് 200 ആണ്. സോ 200 റുപ്പീസ് ആയാലും ഇറ്റ് വാസ് വർത്ത് ഇറ്റ് ആക്ച്വലി, ബിക്കോസ് യു ഗെറ്റ് ടു സീ എ ലോട്ട് ഓഫ് ആർട്ടിഫാക്ട് വിച്ച് വി ഹാവ് നോട്ട് സീൻ ദീസ് തിങ്സ് എനിവേർ, അല്ലേ? നമ്മളൊന്നും ഇത് കണ്ടിട്ട് തന്നെ ഇല്ല. ആമയൊക്കെ ഇതൊക്കെ ചില സെക്ഷൻ അവർ വിൽക്കാൻ വേണ്ടി വെച്ചേക്കണം. അതാണ് ഇതൊക്കെ, ഈ ഓർണമെൻറ്റ്സ് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാം.
അവിടെ ചെന്നാൽ if you want to buy this, even these sculptures also you can buy. അപ്പോൾ some things are for sale and some are not for sale. ഇതൊന്നും സെയിലല്ല, ഇതൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു അവരോട് ഒന്ന് പോയി നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ യെസ് യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അപ്പോൾ കളരിപ്പയറ്റിൻ്റെ ഓട്ടത്തുള്ളതിൻ്റെ പഴയ കോസ്റ്റ്യൂംസാണ് ഇതൊക്കെ. ഡാൻസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഈ ഒരു സ്ഥലം. ആൻഡ് ഇതൊക്കെ ഭയങ്കര രസമല്ലേ കാണാൻ, ശരിക്കും പഴയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ. ബട്ട് ഇറ്റ് ഹാസ് എ ബ്യൂട്ടി ഓഫ് ഇറ്റ്സ് ഓൺ റൈറ്റ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഈ കാണിക്കണത്. ഇത് നമ്മുടെ നടരാജ വിഗ്രഹമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കഥകളി, പഴയ കഥകളിയുടെ കോസ്റ്റ്യൂമാണ് ഇതൊക്കെ. ഇത് കണ്ടോ, എന്തൊരു എനിക്ക് തോന്നുന്നത് ഗരുഡ തൂക്കാന്ന് തോന്നുന്നുണ്ട്. ഇത് തെയ്യത്തിന് പോലത്തെ ഒരു ഇതാണ്. പൂരത്തിനൊക്കെ ഇപ്പോൾ കാണാം ഇതൊക്കെ. കണ്ടോ, നല്ല പൂരത്തിനൊക്കെ അങ്ങനത്തെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഡാൻസ് കളിക്കണ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇത് മറ്റേ യാഗമൊക്കെ ചെയ്യുമ്പോഴുള്ള സ്രുവാണോ അത്? അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇവരിവിടെ. ഓർണമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ശരിക്കും നമുക്ക് മേടിക്കാൻ തോന്നും കേട്ടോ. ലൈക്ക് ഇറ്റ് വാസ് വെരി യുണീക്ക്, വെരി ആൻറ്റീക്ക് ഓൾസോ. ആൻറ്റീക്കായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ വെച്ചേക്കണം അധികമല്ലോ. അപ്പോൾ പിന്നെ ലൈക്ക് ഇഫ് യു ഫോറിനേഴ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ അധികം ആൾക്കാർ വരുന്നുണ്ട് ഇവിടെയൊക്കെ. ബിക്കോസ് if they want to see, like if you want to know about Kerala, just come here and see. It's like a mini Kerala over there. അപ്പോൾ അതൊക്കെ ഇതെല്ലാം ഇങ്ങനെ എന്താ പറയുക വെച്ചേക്കാന്ന് അവിടെ. കോസ്റ്റ്യൂംസും ഇത് ഹെഡുകളാണ്, മാസ്കുകൾ മാത്രമേ ഉള്ളൂ. ഇത് കൃഷ്ണൻ്റെ ഒരു അതാണ് കഥകളിയുടെ ആരും ഇട്ടതാണ്. ആൻഡ് സംബടി അവരുടെ പേരും ഇട്ടിട്ടുണ്ട്, ആർട്ടിസ്റ്റിൻ്റെ പേരിട്ടുണ്ട്. ഇത് കണ്ടോ മുദ്രകളും കാര്യങ്ങളൊക്കെ. ഇത് പപ്പറ്റ്സ്, നമ്മുടെ അമ്പലത്തിലൊക്കെയുള്ള പപ്പറ്റ്സാന്ന് തോന്നുന്നുണ്ട്. ഇത് നമ്മുടെ വാളുകൾ, പിന്നെ അങ്ങനെ നമ്പർ ഓഫ് തിങ്സ്. ഞാൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളും എൻ്റെ കൂടെ വരികയാണെന്നുള്ള പോലെ ഞാൻ എടുത്തതാണ്. വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എക്സ്ട്രാ ഒരു 100 rupees കൊടുക്കണം കേട്ടോ. എന്ന് വെച്ചാൽ അങ്ങനെ അലൗഡ് അല്ല. ഇഫ് യു വോണ്ട് ടു ടേക്ക് എ വീഡിയോ യു ഹാവ് ടു പേ. അപ്പോൾ അന്ന് ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇങ്ങനെ മീഡിയ ഉണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊരു പേയ്മെൻറ്റ് ചെയ്തു. അപ്പം ഇതിങ്ങനെ മുകളിലേക്ക് പോവാണ്. 3 floors ആയിട്ടാണ് ഇത് വെച്ചേക്കണത്. 3ാമത്തെ ഫ്ലോറിൽ പോയി. അപ്പോൾ അവിടെ കോയിൻ കളക്ഷൻസ് ഉണ്ട്, പല കോയിൻ കളക്ഷൻസ്. പിന്നെ ശിവനെ ഇങ്ങനെ അവിടെ കിടക്കണ പോലെ സ്ലീപ്പിംഗ് ശിവ എന്നാണ് എഴുതിയേക്കണേ. ഇത് ടെമ്പിൾ ജ്വല്ലറിയാണ്. എൻ്റെ അമ്മേ, ഞാനിങ്ങനെ ജ്വല്ലറീസ് ഞാൻ കണ്ടിട്ടില്ല. ടെമ്പിൾ ജ്വല്ലറീസ്, കോക്സ്, and see these are the jewelries, like old jewelries. Someone has worn these things once, right? ഇതൊക്കെ താളിയോല ഗ്രന്ഥങ്ങളാണ്. അതിന് മാത്രം ഒരു സ്പേസ് അവർ വെച്ചേക്കുക. അപ്പോൾ മഹാഭാരത, രാമായണ, പിന്നെ അതല്ല നമ്മുടെ ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഹിന്ദു മാത്രമല്ല, ക്രിസ്ത്യനും ഉണ്ട്, മുസ്ലിമും ഉണ്ട്. അങ്ങനെ പലരുടെയും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മുകളിലെത്തിയപ്പോൾ ഉള്ള ഫസ്റ്റ് ഫ്ലോർ, ഏറ്റവും മുകളിലത്തെ ഫ്ലോർസിൽ ഇങ്ങനെയൊക്കെയാണ്. ആൻഡ് സൈഡിൽ ഇവർ ചുരിദാർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വിൽക്കാനൊക്കെ ആയിട്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. സോ ഇറ്റ്സ് ലൈക്ക് എ ഷോപ്പും ഉണ്ട്. ആൻഡ് ഐ ടുക്ക് സം ഫോട്ടോസ് ആക്ച്വലി. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ ഹെഡിൻ്റെ കൂടെ അവിടെ ഒരു ഹനുമാൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയതാണ്. പിന്നെ ഞാൻ താഴത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിപ്പോണതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്. ബിക്കോസ് എവറിത്തിങ് ഞാനെല്ലാം കണ്ടുല്ലോ, നമ്മളെല്ലാം കണ്ടു. സോ ഐ തോട്ട് ഓക്കെ താഴത്തേക്ക് വന്ന് കഴിഞ്ഞു. അതിങ്ങനെ നമ്മളൊരു കുറേ സെൽഫി എടുത്തു. അവിടെ ഒരു ബുദ്ധനുണ്ട് ഇങ്ങനെ തൊഴുതിരിക്കണ ബുദ്ധൻ, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. സോ അത് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തു. പിന്നെയും ശ്രീചക്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈവൻ ഗ്രന്ഥം, വലിയ ഗ്രന്ഥമാണിത്. സോ ഐ തോട്ട് ദിസ് ഇസ് വെരി യുണീക്ക്, ഇവിടെ ഇടാം എന്ന് വിചാരിച്ചു. പിന്നെ ശ്രീചക്രം നമുക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യം തരുന്ന ഒരു ഗ്രന്ഥമാണ്. സോ യന്ത്രമാണ്, സോറി. അപ്പം നല്ല എല്ലാവർക്കും നല്ല ഇത് വരട്ടെ എന്നുള്ളതും. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു വീഡിയോ എടുത്തതാണ് ആ എൻട്രൻസിൽ നിന്ന് തന്നെ, സ്റ്റാർട്ടിങ്ങിലെ എൻട്രൻസിൽ തന്നെ. പിന്നെ ഒരു കോമ്പസ് കണ്ടതാണ്, അതെനിക്ക് യുണീക്കായിട്ട് തോന്നി. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് എ വീഡിയോ ഓഫ് ഇറ്റ്. യുണീക്കായ കാര്യങ്ങളാണല്ലോ. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ഇറങ്ങി, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ
പുറത്തേക്ക് ഇറങ്ങിയതിൻ്റെ ഷോർട്സാണ് ഇതൊക്കെ. ദിസ് ഇസ് ഹൗ പുറത്തിറങ്ങുമ്പോൾ ഉള്ള ഒരു വ്യൂ. നടുക്കിലൊരു വിളക്കുണ്ട് ആൻഡ് സൈഡിൽ അവരുടെ പേര് എഴുതിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദി കുട്ടി വീഡിയോ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി video.